ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. ബഷീർ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ബഷീർ എന്തായിരിക്കും അർത്ഥം? ഏത് ഭാഷയാ വാക്ക്? അത് അറബിയാണ്. അറബിയിൽ ഷ എന്നൊരക്ഷരമില്ല, അവിടെ ഉള്ളത് ഷ എന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഷ എന്നാണത് ഉച്ചരിക്കുക. അവർ ബഷീർ എന്ന് പറയും അറബികൾ, നമ്മൾ ബഷീർ എന്ന് പറയും. ആ വാക്കിൻ്റെ അർത്ഥം സുവിശേഷകൻ എന്നാണ്. എന്താ അർത്ഥം? സുവിശേഷകൻ. സുവിശേഷകൻ, സുവിശേഷം കൊണ്ടുവരുന്നവനാണ്. സുവിശേഷം എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അത് ക്രൈസ്തവ പാഠങ്ങളാണ് എന്നൊരർത്ഥമാണ്. വേറൊരു അർത്ഥം നല്ല വാർത്തകൾ നല്ലേ. സുവിശേഷം നല്ല വാർത്തകൾ കൊണ്ടുവരുന്നവൻ. അത് മുഹമ്മദ് നബിയുടെ ഒരു വിശേഷണമാണ് ഇസ്ലാമിക് പാരമ്പര്യത്തിൽ. അവൻ നല്ല വാർത്തകൾ കൊണ്ടുവരുന്നവനാണ് എന്ന അർത്ഥത്തിൽ അവനെ ബഷീർ എന്ന് വിളിക്കുന്നതാണ്. ഇനി മുഹമ്മദ് എന്നൊരു വാക്കുണ്ടല്ലേ, എന്താ എൻ്റെ അർത്ഥം? മുഹമ്മദ് എന്താ അർത്ഥം? ഏതാ ഭാഷ? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതി അർഹിക്കുന്നവൻ. എന്താ അർത്ഥം? സ്തുതി അർഹിക്കുന്നവൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വാക്ക് കേട്ടു, ഒരാളുടെ പേരായിക്കോട്ടെ, സ്ഥലപ്പേരായിക്കോട്ടെ, വേറെ പുസ്തകത്തിൻ്റെ പേരായിക്കോട്ടെ, പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കുക, അന്വേഷിക്കുക കേട്ടോ. എന്താ നമുക്കൊരു വാക്ക് പഠിക്കാം. ഇന്നിപ്പോൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും രണ്ട് വാക്കിൻ്റെ അർത്ഥം പഠിച്ചു അല്ലേ? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതി അർഹിക്കുന്നവൻ. ഹംദ് എന്ന് അറബി പറഞ്ഞാൽ സ്തുതി. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവർ പറയാം, നമ്മൾ പറയുമ്പോൾ മുഹമ്മദ് എന്നല്ല അവർ പറയാം, അവർ പറയുന്നത് മുഹമ്മദ് എന്ന്. മുഹമ്മദ് ഹ എന്നാണ് പറയുക. നമ്മൾ ഹൽവ എന്ന് പറയുമ്പോൾ അറബിയിൽ രണ്ട് ഹ ഉണ്ട്. ഹംദിലെ ഹായും ഹൽവയിലെ ഹായും പോട്ടെ. അപ്പോൾ മുഹമ്മദ് ബഷീർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരല്ല അത്. മുഹമ്മദ് ബഷീർ എന്നുള്ള ഒരു വ്യക്തിയുടെ പേരല്ല. വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത് തൂലികാനാമാണ്. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ബാപ്പയിട്ട പേര് വീട്ടുകാർ വിളിച്ചിരുന്നത് കൊച്ചു മുഹമ്മദ് എന്നാണ്. കൊച്ചു മുഹമ്മദ്. അപ്പോൾ ഇവൻ എന്താ പണി? ഇവൻ 18-ാമത്തെ വയസ്സിൽ വീട് ഉപേക്ഷിച്ച് പോയി. ആ കാലത്ത് അവിടെ ഒരു വൈക്കത്തൊരു വലിയൊരു സമരം നടക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ബഷീറിൻ്റെ കുട്ടിക്കാലത്ത്, ബഷീർ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വലിയൊരു സമരം നടക്കുന്നുണ്ട്. അഖിലേന്ത്യാ പ്രസിദ്ധമായൊരു സമരം. ഏതാ അത്? വൈക്കം സത്യാഗ്രഹം ഇരിക്കും. 1924-25 കാലത്താണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുട്ടിയാ ബഷീർ 9ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ പന്തലിൽ ചെന്നിരിക്കും. എന്നും സ്കൂളിൽ നിന്ന് അടി കിട്ടും. ഒരു ദിവസം ഹെഡ് മാഷ് പറഞ്ഞു, ഇനി നീ അവിടെ പോയാൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. ബഷീർ പിറ്റേന്നും പോയി സ്കൂളിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് ബഷീറിൻ്റെ വിദ്യാഭ്യാസ ജീവിതം അവസാനിക്കുന്നത്. 9ാം ക്ലാസ് വരെ ബഷീർ പഠിച്ചിട്ടുള്ളൂ. എന്താ കാരണം? ബഷീർ വളരെ കുട്ടിക്കാലത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ, വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്, പുറത്താക്കിയാൽ സാറിനഞ്ചിട്ട് അവിടെ പന്തൽ ചെന്നിരുന്നു. എന്നും തല്ലുള്ളൂ. ഒരു ദിവസം പുറത്താക്കി കഴിഞ്ഞു, സ്കൂൾ വിദ്യാഭ്യാസം തീർന്നു. പിന്നെ അദ്ദേഹം പൊതുപ്രവർത്തകനായിട്ട് ദേശീയ, കാരണം 25 മാർച്ച് 10 അവിടെ ഗാന്ധി വരും. അപ്പോൾ ബഷീർ ചെയ്തത്, കുട്ടിയാണല്ലോ, ബഷീർ ചെയ്തത് ജെട്ടിയിൽ നിന്ന് അവിടെ കാറ് നിർത്തിയിട്ട് വരികയാണ്. അപ്പോൾ കാറിങ്ങനെ വളരെ പതുക്കെ പോവാണ്. അപ്പം ബഷീർ ഗാന്ധിയുടെ വലത്തെ തോളിൽ തൊട്ടു. ആരെ തൊട്ടത്? മഹാത്മാഗാന്ധിയെ തൊട്ടു കേട്ടോ. കേരള സംസ്കാരത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു മഹാസ്പർശമാണത്. ആരെ തൊട്ടത്? മഹാത്മാഗാന്ധി. 1925 മാർച്ച് 10 കേട്ടോ. ഞാൻ പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ നിങ്ങൾ ആലോചിക്കുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ കഥയും നോവലും ആത്മകഥയും നാടകവും തിരനാടകവും ഒക്കെ എഴുതിയ ഒരാളെന്നല്ല. തീരെ കുട്ടിയാവുമ്പോൾ നാടിൻ്റെ പ്രശ്നങ്ങൾ ആലോചിച്ച് അതിനുവേണ്ടി സമരം ചെയ്ത് തല്ലുകൊണ്ട് തുടങ്ങുന്നതാണ് ബഷീറിൻ്റെ ജീവിതം. അവിടുന്ന് ഒളിച്ചു പോയിട്ട് അദ്ദേഹം രാജാധിപത്യത്തിനെതിരായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടും ലഘുലേഖ എഴുതാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച കള്ളപ്പേരാണ് മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരല്ല ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള പേരിൽ ലഘുലേഖ എഴുതുന്നു. ഇതാരാന്ന് പോലീസിന് അറിഞ്ഞൂടാ. പോലീസ് വൈക്കത്തുകാരൻ വേറെ ഒരു മുഹമ്മദ് ബഷീറിനെ പിടിച്ചു. കാരണം അവിടെ രാജാക്കന്മാർക്കെതിരായിട്ട്, സായിപ്പന്മാർക്കെതിരായിട്ട്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടൊക്കെ വലിയ വാൾ പോസ്റ്റർ
അദ്ദേഹത്തിന് പ്രസംഗമൊന്നുമില്ല, ഒരു കാലത്തുമില്ല, എഴുത്താണ്. പിടിച്ചപ്പോഴാണ് ബഷീർ രംഗത്ത് വന്ന് പോലീസിനോട് പറയുന്നത്, ആ മനുഷ്യനല്ലത് എഴുതിയ ഞാനാണ്. ആരാത്? ഇയാൾ കൊച്ചു മുഹമ്മദാണ്, കണ്ട. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന് ആ പേര് തന്നെ അടരാടാൻ വേണ്ടി, പൊരുതാൻ വേണ്ടി സ്വീകരിച്ച ഒരു തൂലികാനാമമാണ്. പിന്നെ അദ്ദേഹത്തിന് കഥ എഴുതാന്നൊക്കെ ഉള്ളത് പിൽക്കാലത്ത് എപ്പോഴോ വന്നൊരു കാര്യമാണ്, മനസ്സിലായോ? അപ്പോൾ ബഷീർ, എനിക്ക് ഇവിടെ നേരമില്ല, അദ്ദേഹം 1936 എഴുതി തുടങ്ങുന്നത്. ആദ്യം എഴുതിയത് എൻ്റെ തങ്കം എന്നൊരു ചെറുകഥയാണ്. കാരണം അദ്ദേഹത്തിന് ജീവിക്കാൻ മാർഗ്ഗമൊന്നുമില്ല, ജോലിയൊന്നുമില്ല, വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ, വീട്ടിൽ നിന്നൊക്കെ വിട്ടു പോകുന്നു. ഞാൻ പറഞ്ഞില്ല, 18-ാമത്തെ വയസ്സിൽ വീട് ഉപേക്ഷിച്ച് പോകുന്നു, തെണ്ടി അലഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുഴുവൻ തെണ്ടിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് പറയാനുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, വല്ലതും എഴുതാമെന്ന് വിചാരിച്ചു. അപ്പം അദ്ദേഹം എഴുത്ത് എന്തോ വലിയ വിശേഷപ്പെട്ട കാര്യമാണ്, ഇവരൊക്കെ വലിയ എന്തോ അങ്ങനെയൊന്നല്ല. അത് എഴുത്ത് തൊഴിലാളി എന്ന് പറയുന്ന ആളാണ്. വേലി കെട്ടുന്നത് പോലെ, പറമ്പ് കളിക്കുന്നത് പോലെ, അരി വെക്കുന്നു. ബഷീറിൻ്റെ പണികളൊക്കെ അറിയാം, നല്ല വെപ്പുകാരനായിരുന്നു ബഷീർ. പിന്നെ അതേ ഈ തെണ്ടി നടന്ന കാലത്ത് ചെയ്യാത്ത ജോലികളൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു പത്രാഫീസ് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കഥ അല്ല, എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രാധിപർ പറഞ്ഞു, ഇവിടെ എല്ലാ ജോലിയും ഞാനാണ് ചെയ്യുന്നത്, തനിക്ക് പറ്റിയ വല്ലതും എഴുതി കൊണ്ടുവന്നാലും പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ തങ്കം എന്നുള്ള കഥ എഴുതുന്നത്. പിന്നെയാണ് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് 38 അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അമ്മ എന്നുള്ള കഥ വരുന്നത്. ഈ വൈക്കം സത്യാഗ്രഹ കയ്യിൽ വരുന്നുണ്ട്. പോട്ടെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ ധർമ്മരാജ്യം ഒക്കെ നിരോധിക്കും ഗവൺമെൻറ്. അദ്ദേഹം പല തൂലികാനാമത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രഭ എന്നുള്ള തൂലികാനാമത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, പല തൂലികാനാമത്തിൽ. കാരണം ഒക്കെ ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയക്കാരനാണ് ബഷീർ. അദ്ദേഹം നമ്മൾ പിൽക്കാലത്താണ് അദ്ദേഹം കഥകളൊക്കെ എഴുതിയത്. 1944 അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബാല്യകാല സഖി വരുന്നത്. 51 എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. 59 പാത്തുമ്മയുടെ ആട്. പിന്നെ 65 മതിലുകൾ. ധാരാളം പുസ്തകങ്ങൾ, ആത്മകഥ, നാടകം, തിരക്കഥ, ഭാർഗവനിലയം. അപ്പോൾ ഈ ബഷീറിൻ്റെ കാര്യത്തിലൊരു വിശേഷം, അദ്ദേഹത്തിൻ്റെ കഥകളിൽ എന്നതിലധികം നമ്മൾ അദ്ദേഹത്തെ അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം, 1970 തൊട്ട് 94 ജൂലൈ 5 വരെ അതുമായിട്ട് നിത്യനിതാന്ത ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണുന്ന ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് അലിവാണ്, കരുണ. അല്ലേ? കരുണയെപ്പറ്റി സംസാരിക്കും ആര്? ബുദ്ധൻ സംസാരിക്കും, അല്ലേ? 2500 കൊല്ലം മുമ്പ്, അല്ലേ? ബുദ്ധൻ, അല്ലേ? ശ്രീബുദ്ധൻ. പിന്നെ ഒരാൾ സംസാരിക്കും, ക്രിസ്തു സംസാരിക്കും, അല്ലേ? എന്താണ്? ഒന്ന് ചെറിയൊരു ഉദാഹരണം, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പോൾ ഈ ജീവജാലങ്ങളോട് അലിവ് കാണിക്കുക എന്നുള്ള ഒരു ചെറിയ കാര്യം, ഒരു പൂവിനോട്, ഒരു പുഴുവിനോട്, ഒരു മലരിനോട്, ഒരു നദിയോട് ഇത്ര കൺസേൺഡായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പതിവില്ലാതെ ബഷീർ ജുബ്ബ, വസ്ത്രമൊന്നും അങ്ങനെ ധരിക്കാറില്ല കേട്ടോ, ഒരു മുണ്ട് ഇങ്ങനെ അടിച്ചിട്ട്, അന്ന് ജുബ്ബ ഇട്ടിട്ടുണ്ട്, മുണ്ട് മാടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവനോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടെ പോകുന്നു? എനിക്ക് വെപ്പൂർ അങ്ങാടി പോകണം, എന്തേ മീൻ വാങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും പറയാം, എന്നാൽ പോരെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ ഇറങ്ങി ഒരു 10 അടി നടന്നപ്പോൾ ആണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇദ്ദേഹം ചെരുപ്പിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെരുപ്പിടാൻ മറന്നുപോയല്ലോ. അല്ല വാ വേറൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പോയി വർത്തമാനം പറഞ്ഞ് മീനൊക്കെ വാങ്ങി കൊടുത്ത് ചായ കുടിക്കാൻ പോകുന്നു. പിന്നെ ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ ചങ്ങാതിക്ക് വീട്ടിൽ അദ്ദേഹത്തിന് ചെരുപ്പില്ല, ചെരുപ്പ് എന്നൊരു സാധനം ഇല്ല. അപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങൾ ചെരുപ്പിടാറില്ലേ? അപ്പോൾ അത്തരം വ്യക്തിപരമായ ചോദ്യങ്ങളൊക്കെ ബഷീർ നിവൃത്തിൻ്റെ ഒഴിവാക്കി കേട്ടോ. എന്താ അപ്പോൾ എല്ലാവരെയും കളിയാക്കിയിട്ട് സാറേന്ന് വിളിക്കട്ടോ, എന്നൊക്കെ സാറേന്ന് വിളിക്കാം, സാറേന്ന് വിളിക്കാല്ലേ കാക്കാന്ന് വിളിക്കാം, കളിയാക്കിയിട്ട് എല്ലാവരും എപ്പോഴും കളിയാക്കുന്ന പരിപാടിയാണ്.
എന്താ സാറേ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളത് ചെരുപ്പിടാത്തെ. ഒരു 1-2 മിനിറ്റ് ഒന്നും വേണ്ടിയില്ല. പിന്നെ പറഞ്ഞു കുറേ കാലം അതൊന്നുമില്ല. എന്താ എന്നോട് പറഞ്ഞത്, എനിക്ക് ചെരുപ്പിട്ട് ഈ മണ്ണിൽ ചവിട്ടാൻ പ്രയാസം. ചെരുപ്പിട്ടിട്ട് ഈ ഭൂമിയിൽ ചവിട്ടാൻ പ്രയാസം. ഇത് എവിടെ എഴുതിയിട്ടില്ല. അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ എന്ന പോലെ ചിലപ്പോൾ അതിലധികം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാണ്. മഹാത്മാഗാന്ധി ചെരുപ്പിടും. ആലോചിച്ച് നോക്കൂ, മഹാത്മാഗാന്ധിക്ക് ചെരുപ്പുണ്ട്. ചെരുപ്പ് തുന്നാൻ അറിയാം ഗാന്ധിക്ക്. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ ജയിലിൽ കിടന്ന് പഠിച്ച ഒരു സംഗതി ചെരുപ്പുണ്ടാക്കാനാണ്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാം, അവിടെ ജയിലിൻ്റെ വലിയ ഉദ്യോഗസ്ഥനുണ്ട്, സ്മഡ്സ്, ജനറൽ സ്മഡ്സ്. അപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് വിട്ടയക്കുമ്പോൾ ഒരു പൊതി കൊടുത്തു സ്മഡ്സിന്. അരേ ഗാന്ധി, ഇതെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഇത് താങ്കൾക്കുള്ള എൻ്റെ ഒരു സമ്മാനമാണ്. എന്ത് സമ്മാനം എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കൈകൊണ്ട് അങ്ങക്ക് വേണ്ടി തുന്നി ഉണ്ടാക്കിയ ചെരുപ്പാന്ന് പറഞ്ഞു. അപ്പോൾ സ്മഡ്സ് അത് മേടിച്ചു. പിന്നെ സ്മഡ്സ് അതിനെപ്പറ്റി എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറേ കാലം ചെരുപ്പിട്ട് നടന്നു. പിന്നെ പ്രയാസമായി അല്ലേ? എന്തായി ചെയ്യുന്നത്? മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയ ചെരുപ്പിട്ട് നടക്കാൻ എനിക്കെന്താണ് അർഹത എന്ന് സ്മഡ്സ് ബേജാറാവും. സ്മഡ്സ് പിന്നെ ആ ചെരുപ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കുറേ ശേഖരങ്ങളുണ്ട്, അതിലേക്ക് സമ്മാനമായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ്റിന് കൊടുത്തു. ഇപ്പോൾ അവിടെ ഉണ്ടത്. ഗാന്ധി കൈകൊണ്ട് തുന്നി ഉണ്ടാക്കി തൻ്റെ ശത്രുവിന് സമ്മാനിച്ച ചെരുപ്പ് കേട്ടോ. സ്മഡ്സ് ആരാണ്? സ്മഡ്സിനെതിരായിട്ടാണ് ഗാന്ധി സമരം ചെയ്യുന്നത്. എന്താ കാരണം? ഗാന്ധിക്ക് ശത്രുക്കളില്ല. അത് നമ്മൾ മനസ്സിലാക്കിയില്ല അല്ലേ? ശത്രുല്ലാതെ ജീവിക്കാൻ പറ്റുമോ? മിത്രമല്ലാതെ ജീവിക്കാം അല്ലേ? ആണോ? മിത്രം ഇല്ലാതെ ജീവിക്കാം ആണോ? ശത്രുല്ലാതെ ജീവിക്കാൻ പറ്റുമോ? കുഞ്ഞുണ്ണി മാഷുണ്ട് അല്ലേ? കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹത്തിനൊരു കവിതയെ പറയുന്നുണ്ട്, എനിക്കൊരു മണിഹർമ്മ്യമുണ്ട് എൻ മനോഹർമ്മ്യം, എൻ ശത്രുക്കളാണ് അതിലാവാസം എന്നാണ്. എനിക്കൊരു മണിഹർമ്മ്യമുണ്ട്, എൻ്റെ മനസ്സാകുന്ന ഹർമ്മ്യം. പക്ഷെ എന്താണ് അവിടെ? ആരാ താമസം? എൻ്റെ ശത്രുക്കൾ അല്ലേ? നിങ്ങൾ മിത്രത്തെ പറ്റിയാണോ ശത്രുവിനെ പറ്റിയാണോ അധികം ആലോചിക്കുന്നത്? അധികം ആലോചിക്കുന്ന ആരെ പറ്റിയാണ്? സത്യം പറയണം. വേറെ എന്ത് ചെയ്താലും അസത്യം പറയരുത് കേട്ടോ. എൻ ശത്രുക്കളാണ് അതിലാവാസം. ബഷീർ ഒരു ഗദ്യവതയെ പറയുന്നുണ്ട്, ശത്രുക്കളാണ് നാം എന്ന്. അപ്പോൾ നിങ്ങൾ ശത്രു ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിങ്ങളോട് കഥ പറയുമ്പോൾ ഒരു നല്ലവൻ്റെ ഉദാഹരണമായിട്ട് പാകിസ്ഥാൻകാരൻ്റെ കഥ പറഞ്ഞ് നിങ്ങൾക്ക് രസിക്കുമോ? അത് വേണ്ട സാറേ അല്ലേ? അല്ലേ? നിങ്ങൾ പാകിസ്ഥാനെതിരല്ലേ? ആണോ? അല്ലേ? ആണ്, പാകിസ്ഥാനെതിരാണ്. ഇപ്പോൾ ലാഹോറിൽ ഇതുപോലെ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ അവിടുത്തെ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ത്യക്കെതിരല്ലേ? അവർ ഇന്ത്യക്കെതിരാണല്ലേ? ആലോചിച്ചു നോക്കൂ, നിങ്ങളെ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ലാത്ത അനേക കോടി ആളുകൾക്കെതിരാണ് നിങ്ങൾ. അവരൊന്നും ചെയ്തിട്ടില്ലാത്ത അനേക കോടി ഇന്ത്യക്കാർക്കെതിരാണ് അവരൊക്കെ. എങ്ങനെയാണ് നമ്മൾ ഈ ശത്രുത ഉണ്ടാക്കിയത്? ക്രിസ്തു ഒരു കഥ പറയും. നല്ലവൻ്റെ ഉദാഹരണമായിട്ട് ക്രിസ്തു ആരെ പറ്റി പറയും? ക്രിസ്തു ആരെ ഉദാഹരണം പറഞ്ഞത്? ആരാ ആരാ പറയൂ. സമരിയക്കാരൻ്റെ കഥ പറയൂ അല്ലേ? ആ കഥയിൽ എന്താ ഇത്ര കൗതുകമായിട്ടുള്ളത്? അതൊരു സാധാരണ കഥയല്ലേ? ഒരു പുതുമ ഒന്നും പറയാനില്ല അതിനകത്ത്. പക്ഷെ അതിൽ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ സമുദായവും സമരിയക്കാരും തമ്മിൽ വലിയ തർക്കം, വലിയ കലഹം, വലിയ ശത്രു നിലനിൽക്കുമ്പോഴാണ് ക്രിസ്തു കഥ പറയുന്നത്. ക്രിസ്തു ആ കഥ പറഞ്ഞത് അത് സമരിയക്കാരനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നല്ല കഥയൊന്നുമല്ല അത്. ആണോ? വഴിയിലൊരാൾ സുഖമില്ലാതെ കിടക്കുന്നു, അയാൾക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു പുരോഹിതൻ അതിൽ നടന്നുപോയി, അയാൾ ശ്രദ്ധിച്ചില്ല. പൈസക്കാരൻ നടന്നുപോയി, ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇവൻ ശ്രദ്ധിച്ചു. ഈ വഴിപോക്കനെ എടുത്ത് സത്രത്തിൽ കൊടുത്തിട്ട് അവന് ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും ചികിത്സ കൊടുക്കാനും പറഞ്ഞു അല്ലേ? നിങ്ങൾ ഈ കഥയൊന്നും കേട്ടില്ലേ? ബഷീർ വായിച്ചിട്ടില്ല? പോട്ടെ, സമരിയക്കാരൻ്റെ കഥ, ഗുഡ് സാമരിറ്റൻ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ? അതിൽ ഏറ്റവും വലിയ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു പ്രസംഗം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ, ഒരു ലേഖനം എഴുതുമ്പോൾ പാകിസ്ഥാൻകാരൻ്റെ മഹിമയെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂല. ക്രിസ്തുവിന് പിന്നെ കൂസലില്ല. എന്താ കാരണം? എന്താ ക്രിസ്തുവിൻ്റെ അടുത്ത് ആയുധമൊന്നുമില്ല? ഉണ്ടോ? ക്രിസ്തുവിൻ്റെ ആയുധം എന്താ?
ക്രിസ്തുവിനൊരു ആയുധമേ ഉള്ളൂ. അതിനും 500 കൊല്ലം മുമ്പ് ബുദ്ധൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം. ബുദ്ധൻ രാജ്യം ഉപേക്ഷിച്ചു പോകും. ഗാന്ധി ഒരു പഞ്ചായത്തിൽ പോലും മത്സരിക്കില്ല, അധികാരമൊന്നും വേണ്ട അതിന്. ക്രിസ്തുവിനോട് ഞങ്ങൾ നിന്നെ രാജാവാക്കാമെന്ന് പറഞ്ഞു അല്ലേ? ക്രിസ്തു എന്ത് പറഞ്ഞു? ഞാൻ രാജാവാകാമെന്ന് പറഞ്ഞു അല്ലേ? ആണോ? വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ വേറെ ലോകത്തെ രാജാവാണ്. ഇവർക്ക് അറിഞ്ഞൂടാത്. ഏതാണ് ആ സ്വർഗരാജ്യം? ആ സ്വർഗരാജ്യം എന്ന് പറഞ്ഞത് മനുഷ്യൻ മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജാതികളെയും ജലജീവികളെയും സസ്യലതാദികളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് സ്വർഗരാജ്യം. ബഷീറിന് ഭൂമി ചവിട്ടാൻ പറ്റില്ല. അതേ ഒരിക്കൽ എപ്പോഴും അദ്ദേഹം കഴിക്കുന്ന ഒരു പാനീയുണ്ട്, എന്താ അതിൻ്റെ പേര്? സുലൈമാനി ഇല്ലേ, കട്ടൻ ചായ. ഞാനിപ്പോൾ ഒന്നൊരു സുലൈമാനി അച്ഛൻ്റെ വക കുടിച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചായ കുടിച്ചാൽ ഞാൻ പലപ്പോഴും കണ്ടത് ഗ്ലാസ് ഇങ്ങനെ കമിഴ്ത്തി വെക്കും. നമ്മളൊക്കെ നേർക്കല്ലേ ഗ്ലാസ് വെക്കുന്നത്. അപ്പോൾ ബഷീർ ബീഡി വലിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയില്ല, കാണിക്കാൻ പറ്റില്ല. അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ബീഡി വലിക്കുന്ന പരിപാടിയുണ്ട്. അതങ്ങനെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബീഡിയുടെ ഉള്ളിലൂടെ പുക വിടും. അങ്ങനെ പല കുസൃതിയും കാണിക്കും. അദ്ദേഹം കുറച്ച് കാലം മാജിക്കാരനായിരുന്നു. ചില മാജിക് കാണിക്കും, തീപ്പെട്ടി ഇങ്ങനെ മറിക്കുന്നത്, അങ്ങനെയൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ അദ്ദേഹം മാജിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവല്ലോ ആയിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ ഗ്ലാസ് ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നു? ചോദിച്ചു, എന്താ സാറേ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞു, സാറേ വല്ല വിവരമുണ്ടോ? ഈ ഗ്ലാസ്സിൽ ഒരു ഇച്ചിരിപ്പിടിയോളം സുലൈമാന് ബാക്കിയുണ്ടാവും, അതിൽ ഉറുമ്പ് വീണ് ചാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കമിഴ്ത്തി വെക്കും. ഇത്ര ശ്രദ്ധയാണ്. അദ്ദേഹം നേതാവല്ല, ഇത് കാണാൻ ആരുമില്ല, ഇതൊന്നും അദ്ദേഹം എവിടെ എഴുതിയില്ല. ഇതൊന്നും വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മളെ നേതാക്കന്മാർ, സ്ഥാനാർത്ഥികൾ, മന്ത്രിമാർ, MLA മാരൊക്കെ അങ്ങനെ കാണിക്കുകയായിരിക്കും. ആരും കാണാൻ വേണ്ടിയത്. മലയാളം ആരുടെ ഭാഷയാണ്? മലയാളം ആണുങ്ങളുടെ ഭാഷയാണ് കേട്ടോ. നിങ്ങൾക്കറിയില്ലല്ലേ? മലയാളം ആണുങ്ങളുടെ ഭാഷ. പോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ ആണുങ്ങൾ അനുവദിച്ചിട്ടാണ് പെണ്ണുങ്ങൾ വേണേൽ സംശയമുണ്ടോ ആണുങ്ങളുടെ ഭാഷ എന്നുള്ളത്? സംശയമുണ്ടോ ചോദിച്ചോ. അപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ ഭാഷയാണ് എന്ന് പറയാൻ വേണ്ടി മലയാളത്തിലുള്ള ഒരു പ്രയോഗം അവനവൻ്റെ ഭാഷ എന്ന്, അല്ലേ? വ്യക്തമല്ലേ? ഇപ്പോൾ ആണിൻ്റെ ആണിത് അല്ലേ? അവളവളുടെ ഭാഷ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിരിക്കും അല്ലേ? അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഭാഷയൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഈ പുരുഷന്മാർ എന്ന് പറയുന്ന പോക്കിരികൾ ഉണ്ടാക്കുന്ന ഓരോ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, അവളുടെ പേര് കുഞ്ഞുപാത്തുമ്മ എന്നാ. ആരാത്? കുഞ്ഞുപാത്തുമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ്? നശിപ്പിച്ചു കുഞ്ഞുപാത്തുമ്മ. അപ്പോൾ പാത്തുമ്മയുടെ ആട് നിങ്ങൾ വായിച്ചിട്ടില്ല, എൻ്റെ ഉപ്പയും വായിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം പാത്തുമ്മയുടെ ആടിൽ കുഞ്ഞുപാത്തുമ്മ കഥാപാത്രം ഇല്ല. ആ കഥാപാത്രം ഉള്ളത് എൻ്റെ ഉപ്പൊക്കെ ആനയുണ്ടായിരുന്നുള്ള പുസ്തകത്തിലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടും വായിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. പോട്ടെ, അവൾ കാണിക്കുന്നൊരു ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ഈ മലയാളം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഭാഷയാണോ, അല്ലെ മനുഷ്യരുടെ ഭാഷയാണോ? നിങ്ങൾ പട്ടിയോട് അല്ലെങ്കിൽ പന്നിയോട് അല്ലെങ്കിൽ പശുവിനോട് മലയാളം പറയുമോ? നായോട് പറയുമ്പോൾ ഇങ്ങോട്ട് വാന്നോ അങ്ങോട്ട് പോകുന്നൊക്കെ പറയാം, പിടിക്ക് പിടി പിടി എന്നൊക്കെ പറയും. അതിന് അപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല. കുഞ്ഞുപാത്തുമ്മ അങ്ങനെയല്ല. കുഞ്ഞുപാത്തുമ്മ അവൾക്ക് പറയാനുള്ള എല്ലാവരോടൊക്കെ പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാണ്. അവൾ പോകുമ്പോൾ, കുളിക്കാൻ പോകുമ്പോൾ 2 കുരുവികൾ നമ്മൾ കൊത്തുകൂടുന്നുണ്ട്. അപ്പോൾ ആൺകുരുവി പെൺകുരുവി നമ്മൾ പറയാം അല്ലേ? അല്ലേ അല്ലേ? കൊത്തുകൂടൂല്ലേ? ആൺകുരുവിക്ക് എന്താ പണി? പെൺകുരുവിയെ കൊത്തിക്കൊല്ലാണ് എല്ലാ ആൺകുരുവികളുടെയും പണി, അറിയില്ലേ? അങ്ങനെയാണ് എല്ലാ നാട്ടിലും, വിശേഷിച്ച് ഇന്ത്യയിൽ. ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ഒക്കെ പണി ഇതാ. സംശയമുണ്ടോ? ഓർത്തോ കേട്ടോ. ഭർത്താവിൻ്റെ ചെതയിൽ ചാടി ഭാര്യ മരിക്കണം എന്നുള്ള അതിവിചിത്രമായ പ്രാകൃതമായ സങ്കല്പത്തിനപ്പുറത്തുള്ള സ്ത്രീവിരുദ്ധമായ ഒരു ആചാരം കൊണ്ടുനടന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. വേറെ ലോകത്ത് വേണ്ടി സതിയില്ല. ഭർത്താവ് മരിച്ചാൽ അയാളെ ദഹിപ്പിക്കാൻ നല്ലതാണ്, കൂടുതൽ അവളെയും ദഹിപ്പിക്കും. ആ രാജ്യത്തിൻ്റെ പാരമ്പര്യമുള്ള ആൾക്കാർ നമ്മൾ വളരെ കരുതിയിരിക്കണം കേട്ടോ, വളരെ കരുതിയിരിക്കണം. അപ്പോൾ കുഞ്ഞുപാത്തുമ്മ കുളിക്കാൻ പോകുമ്പോൾ
അവൾ കുരുവി എന്നല്ല അവൾ ആലോചിക്കുന്നത്, കെട്ടിയോൻ കുരുവി കെട്ടിയോട് കുരുവി എന്നാ. അങ്ങനെ മലയാളം നമ്മൾ കേട്ടിട്ടില്ല ഉണ്ടോ? പാത്തുമ്മയുടെ ആട് പറയുന്നുണ്ട് എന്താ, പൂവനും അവൻ്റെ 17 ഭാര്യമാരെന്ന്. അത് നമ്മൾ കേൾക്കാത്ത മലയാള. പൂവൻ കോഴി അതിന് 17 27 ഒക്കെ പിടകളുണ്ടാവും. പക്ഷേ ബഷീർ പറയാം അതൊരു കുടുംബമാണ്. എന്താ 17 ഭാര്യമാരെന്ന് കണ്ടോ. കെട്ടിയോൻ കുരുവി കെട്ടിയോട് കുരുവിയെ കൊത്തിക്കൊല്ലാൻ പോണ് കണ്ടു അവൾ. അപ്പോൾ അവൾ അവനോട് പറയും എന്ത്, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒരു അണ്ണാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ദുസ് 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 എന്ന് പറയുന്നുണ്ട്, കാരണം ഇങ്ങനെ കുത്തിക്കൊല്ലരുതെന്ന് പറയാണ്. അപ്പോൾ അണ്ണാനോട് അവൾ പറയുന്നുണ്ട് പറഞ്ഞാൽ കേൾക്കുകയില്ല. കണ്ടോ, അണ്ണാന് മനസ്സിലാവും മലയാളം. പറവകൾക്കും ഇഴജാതികൾക്കും ജലജീവികൾക്കും സസ്യലതാദികൾക്കും ഒക്കെയുള്ള ഒരു ഭാഷയാണ് മലയാളം. കാരണം ഈ മലയാളം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ പേരാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ടു, അല്ലെങ്കിൽ എന്താവേണ്ട ആവശ്യം. അപ്പോൾ അവളെ പോയി താമര പൊയ്കയിൽ കുളിക്കുമ്പോൾ തുടയിൽ അട്ട കടിച്ചു. അട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. TV കണ്ടിട്ടുണ്ടാവില്ലേ? ഇല്ല. പോട്ടെ, ഞങ്ങളുടെ നാട്ടിൻപുറത്ത് കൂടി ഇപ്പോൾ അട്ടയൊന്നുമില്ല. ആ അട്ട കടിച്ചപ്പോൾ അവളൊരു കമ്പെടുത്തിട്ട് അതിന് കുത്തിക്കൊല്ലാൻ പോയി. കുത്തിക്കൊല്ലാൻ വേണ്ടി അട്ടയെ കുത്താൻ ഇങ്ങനെ പോയപ്പോഴാണ് അവൾക്ക് ഓർമ്മയായത് എന്ത്, വേണ്ട അതിന് ഉമ്മായും ബാപ്പായും കാണും. അട്ടയ്ക്ക് ഉമ്മ, അട്ടയ്ക്ക് ബാപ്പ. അപ്പോൾ അവൾ പിന്നെ കൊല്ലാൻ സഹിക്കില്ല. 4 ചീത്ത പറയാമെന്ന് വിചാരിച്ചു. അവൾക്കൊരു ചീത്ത അറിഞ്ഞൂടാ. അവളാകെ ചെയ്തത് ബലാലെ എൻ്റെ ചോര മുഴുവൻ കുടിച്ചെന്ന് പറഞ്ഞാൽ എന്നെ തോണ്ടി വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇതാണ് കുഞ്ഞു പാത്തുമ്മ. ഇങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങൾ പരസ്പരം കാണിച്ച അലിവിനേക്കാൾ കൂടുതൽ അലിവ് ബഷീർ സ്വന്തം ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തോട് കാണിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട ഒരു രംഗം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഷണം അവസാനിപ്പിക്കാം. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നതാണ് അച്ഛനോട് പറഞ്ഞത്. പിന്നെ അതൊന്ന് കണ്ടിട്ട് കാര്യം നെയ്യ വെച്ച് ഞാനും ഇരിക്കുന്നത്. ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ ബഷീറിൻ്റെ പ്രധാന പണി പൂങ്കാവനം ഉണ്ടാക്കലാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വാക്കാണ് പൂങ്കാവനം. അദ്ദേഹം ഭ്രാന്താശുപത്രി കിടക്കുകയാണെങ്കിലും, ബഷീറിന് 2 വട്ടം ഭ്രാന്ത് വന്നിട്ടുണ്ട് കേട്ടോ, ജയിലിൽ കിടക്കുകയാണെങ്കിലൊക്കെ അവിടെ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കും. താമസിച്ചിടത്ത് മുഴുവൻ പൂന്തോട്ടം ഉണ്ടാക്കുക. അതിലധികം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം റോസാണ്. അപ്പോൾ റോസ് ചെടിയുടെ അടുത്ത് നിന്ന് മകളെ ഭയങ്കരമായി ചീത്ത പറയുന്നുണ്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ. അപ്പോൾ സാധാരണ ഇതിലിപ്പോൾ നമ്മൾ ഭാര്യ മകളെയൊക്കെ നമ്മളൊക്കെ ചീത്ത പറയും. ഒരാൾ വരുമ്പോൾ നിർത്തൂലേ. പക്ഷേ ആ പരിപാടിയൊന്നുമില്ല അദ്ദേഹത്തിന്. നിങ്ങളെന്ത് വിചാരിച്ചാലൊന്നുമില്ല, ഭയങ്കരമായി ചീത്ത പറയും. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്, എന്താ ചീത്ത പറയുന്നത് ചോദിച്ചു. എന്നോടൊന്നും സംസാരിക്കൊന്നുമില്ല, അവളെ ചീത്ത പറയും. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഷായിനോട് ചോദിച്ചു, എന്താ നിൻ്റെ ടാറ്റ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഈ റോസ് ചെടിയുടെ മുകളിൽ നിന്ന് പുഴുവിനൊക്കെ തട്ടിക്കളയായിരുന്നു, അത് പൂ തിന്നുകളയല്ലോ. അത് കണ്ടുകൊണ്ടൊന്ന് ചീത്ത പറഞ്ഞു. എന്താ പറഞ്ഞു, നിനക്കാരാ അതിന് അധികാരം തന്നത്? ആ റോസ് ചെടി, ആ പൂവ് നിനക്ക് കാണാനെന്ന പോലെ പുഴുവിന് തിന്നാനുമുള്ളതാണ്, കയറിപ്പോ എന്ന് പറഞ്ഞു. ഒരു പൂന്തോട്ടമുണ്ടാക്കിയിട്ട് അവിടെ വിരിയുന്ന പൂവ് ഒരു പുഴുവിന് തിന്നാനും കൂടി ഉള്ളതാണ് എന്ന് ആലോചിക്കുന്ന ഒരുത്തൻ്റെ സാഹിത്യമാണത്, അവൻ്റെ രാഷ്ട്രീയമാണത്, അവൻ്റെ മതമാണത്, അവൻ്റെ പ്രാർത്ഥനയാണത്, അവൻ്റെ ജീവിതമാണത്. നിങ്ങൾ ബഷീറിൻ്റെ കൃതികൾ വായിക്കുക, ബഷീറിൻ്റെ പഠനങ്ങൾ വായിക്കുക. പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ പ്രധാനം ബഷീറിൻ്റെ കൃതികൾ വായിക്കുക. വളരെ ചെറിയ പുസ്തകങ്ങളാണ് അധികവും, ഒക്കെ 100, 120, 80, 60 ഒക്കെ പേജുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ മതിലുള്ള 65 പേജേ ഉള്ളൂ. അതുകൊണ്ട് ബഷീറിനെ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പരിപാടി സംഘടിപ്പിച്ചതിനും നിങ്ങൾ ഇത് കേട്ടിരുന്നതിനും നന്ദി, നമസ്കാരം.